ഇനി തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നമ്മുടെ നാട്ടിൽ റോഡ് സുരക്ഷ എന്നത് വലിയ ആശങ്കയായി മാറുന്ന ഒരു കാലമാണ്. റോഡിൽ ഇറങ്ങുമ്പോൾ സുരക്ഷിതമായി തിരിച്ച് നമ്മൾ പുറപ്പെട്ടയിടത്ത് എത്തുമെന്ന് ഉറപ്പില്ലാത്ത അത്രയും ആശങ്കയുണ്ടാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ റോഡുകളെ സുരക്ഷിതമാക്കാം, ഡ്രൈവിംഗ് സുരക്ഷിതമാക്കാം എന്ന ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ന്യൂസ് 18 ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുകയാണ്. ഇതിനിടെ 6 അപകടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ 5 വർഷത്തേക്ക് പിന്നെ ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ അവബോധ പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേരളത്തിൽ റോഡപകടങ്ങൾ അവസാനിപ്പിക്കണമെന്നത് തന്റെ വാശിയാണ്. ആ വാശിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ഗതാഗത രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ മന്ത്രി വിശദീകരിച്ചത്. ലൈസൻസിന് 2 വർഷത്തെ പ്രവേശനം ഏർപ്പെടുത്തും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വീണ്ടും ഡ്രൈവിംഗ് പാഠവും പരിശോധിക്കും. നാട്ടിൽ പോയി ലൈസൻസ് എടുക്കാൻ നമ്മൾ ഇതിലല്ല, ഇന്ത്യയിൽ എവിടെ നിന്നും എടുക്കാം. പക്ഷെ കേരളത്തിലോട്ട് അഡ്രസ് ഇല്ലാത്ത, അവിടുത്തെ അഡ്രസ് വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതിനുള്ള അവകാശം നിയമത്തിൽ പറഞ്ഞിരുന്നു. തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ. ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങ് പാലക്കാടും തമിഴ്നാട്ടിൽ പോകും. ഇപ്പൊ എത്ര പേര് പാലക്കാടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത്? ചുണ എടുത്തോണ്ട് വന്നേ, എടുത്തോണ്ട് വരുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഒന്നുകൂടി ഓടിച്ച് കാണിച്ചാൽ മതി. RTO എടുത്ത് വരണം. അപ്പൊ MB എടുത്ത് പോയാൽ പോരാ, RTO എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസുമായിട്ട് നടക്കാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും കർശന നടപടികൾ ഉണ്ടാകും. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ 2 വർഷം പ്രൊബേഷനായിട്ട് പ്രഖ്യാപിക്കണം. സ്റ്റിക്കർ കൊടുക്കും, P1 എന്നൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് പ്രൊബേഷൻ ലൈസൻസ് കിട്ടി. ഇപ്പൊ L ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടിക്കകത്ത്, അതുപോലെ P1 എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1-ാം വർഷമായിട്ടുള്ളൂ 2-ാം വർഷം. ഈ 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനും ഇടയിൽ 6 ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും. കാറുകളിൽ കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നതിനോട് യോജിപ്പാണ്. എന്നാൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാറിന്റെ മുൻഭാഗത്ത് കൂളിംഗ് പേപ്പർ അനുവദിക്കില്ല. ഗ്ലാസുകളിൽ 50% വരെ വിസിബിലിറ്റി മതിയാകത്തേക്ക്. ഫ്രണ്ടിലും ബാക്കിലും 70% പറഞ്ഞു. ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AI ക്യാമറയ്ക്ക് പോലും കിട്ടൂല. ആ പരിപാടി അവതരിപ്പിക്കുന്നതല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചുള്ളൂ. ഫ്രണ്ട് ഗ്ലാസിൽ സണ്ണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാന്നുള്ള താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല. ഡ്രൈവിംഗ് പഠനത്തിന് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ തുക വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത്. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2 വർഷം പ്രൊബേഷൻ, അതായത് നിങ്ങൾക്ക് അപ്പോൾ താൽക്കാലികമായി മാത്രമായിരിക്കും ലൈസൻസ് ഉണ്ടാവുക. ആ 2 വർഷവും വളരെ മികച്ച രീതിയിൽ വണ്ടി ഓടിച്ചാൽ സ്ഥിര ലൈസൻസ്. ഈ രീതിയിലേക്കുള്ള ആലോചനകളാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അത് എപ്പോൾ പ്രാബല്യത്തിൽ വരും, എത്ര കണ്ട് അതിനോട് ബാക്കിയുള്ളവർ യോജിക്കുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണാം.